പൂക്കിയാണ്. പൂക്കി തന്നെയല്ലേ. പൂക്കിത്തരം മാത്രമല്ലല്ലോ ഒരു സർക്കാരും കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്നൊന്നും പറയാനില്ല. ഗവൺമെന്റുകളൊക്കെ കണക്കന്നാണ്. എന്ത് മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. 100 മോശം ഇതാണ്, നല്ലതായിട്ടുള്ള ഒന്നുമില്ല. കുറ്റമൊന്നും പറയാൻ പറ്റൂല, കുഴപ്പമില്ല. ഈ വയസ്സന്മാരൊക്കെ പിന്നെ പോയിട്ട് വലിക്കണം. പിണറായി വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കേരളക്കാർക്ക് എല്ലാവർക്കും സമാധാനമായി കാണും ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയല്ലോ. അത്രയും നല്ല ഒരു മുഖ്യമന്ത്രിയാണ്. UDF സർക്കാർ ഓണത്തിന് 100 ദിവസം തികയ്ക്കുകയാണ്. എങ്ങനെയുണ്ട് മുഖ്യമന്ത്രി VD സതീശൻ? പൂക്കിസീം വേർഷൻ വന്നത് തന്നെ 10 വർഷം വേറൊരു മുഖ്യമന്ത്രി, ചിരിക്കാത്ത മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ജനങ്ങളോട് ഇടപഴകാത്ത മുഖ്യമന്ത്രി, സംസാരിക്കാൻ തയ്യാറാവാത്ത മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ജനങ്ങളോട് ചിരിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ അവർ ഇമോഷൻസിനെ അറിഞ്ഞ് അങ്ങനെ പ്രതികരിക്കുന്നതുകൊണ്ടായിരിക്കാം ജൻസികൾ അതിനെ പൂക്കിന്ന് വിളിക്കുന്നത്. 100 ദിവസം കൊണ്ട് ഒരു സർക്കാരിനെ വിലയിരുത്താൻ പറ്റില്ല. കാരണം 10 വർഷം കണ്ടിന്യൂസ് ഒരു തുടർഭരണം വന്നിട്ട് അവരുടെ രീതികൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, സിസ്റ്റം എല്ലാം ഫുള്ളി ഒന്നേന്ന് അഴിച്ചു പണിയണ്ടേ. അപ്പം ആ 3 മാസം കൊണ്ട് അവർ ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. PM ശ്രീൻ്റെത് കണ്ടില്ലേ, തിരിഞ്ഞ് കളിച്ച് ഇപ്പം ലീഗ് ടൈറ്റാക്കിയപ്പോൾ ഒഴിവാകണം എന്നുള്ള അഭിപ്രായങ്ങൾ വന്നു. എല്ലാം കണക്കന്നാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ ചൊൽപ്പടിക്ക് നിൽക്കാതെ എനിക്ക് തോന്നുന്നില്ല അത് മുന്നോട്ട് പോകുന്നുള്ളൂ. വർഗീയത ഒഴിവാക്കിയിട്ടുള്ള കളി ആരും കളിച്ചില്ല. പിണറായിയും കണ്ടില്ല കളിച്ച കളി. പറഞ്ഞ പല വാഗ്ദാനങ്ങളും നടപ്പിലാക്കുന്നില്ല എന്നതാണ് എൻ്റെ ഒരു നിഗമനം. തൂഫാൻ വിജയകരമായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രിയദർശിനി പക്ഷേ പ്രൈവറ്റ് ബസ്സുകാർക്ക് അത് വലിയൊരു ഐഡിയ ആയിപ്പോയി. 100 ദിവസത്തിൽ നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് ശരിയല്ല. എങ്കിലും കഴിഞ്ഞ സർക്കാരിനെ അപേക്ഷിച്ച് അവർക്ക് കുറ്റം പറയാൻ മാത്രമേ അറിയാവുന്നു എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പൂക്കി എന്ന് പറയുന്നത് തന്നെ പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അല്ലാതെ കുറച്ച് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ജെൻസി ഒരിക്കലും എനിക്ക് തോന്നുന്നു കുറച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഈ സർക്കാരിനോട് ഒരിക്കലും ഈ 100 ദിവസത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലാന്ന് തോന്നുന്നു. ദീർഘവീക്ഷണമുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. മെയ്ഡ് ഇൻ കേരള ആ ഒരു കോൺസെപ്റ്റ് ഭയങ്കരമാണ്. അതുപോലെ തന്നെ നമ്മുടെ തുറമുഖ വികസനം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നടപ്പിലാക്കിയാൽ പ്രിയദർശിനി ആയാലും തൂഫാനായാലും അത്തരം കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളും BJPയിൽ കൂടുതൽ ചായ് വെള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഇത് കോൺഗ്രസ് സർക്കാരല്ലേ ഭരിക്കുന്നത്, അപ്പൊ ആ രീതിക്ക് പോകണം. ഇപ്പം PM ശ്രീയുടെ കാര്യം വന്നാലും ഇപ്പൊ എടുത്ത നിലപാടുകളല്ലേ എന്ന് ഇപ്പൊ പ്രതിപക്ഷത്ത് നിന്നവരാണ് PM ശ്രീയുടെ കാര്യം വന്നപ്പോൾ ഭയങ്കര സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്തത്. പക്ഷെ ഇപ്പൊ അവര് തന്നെയാണ് കൊണ്ടുവരുന്നതായിട്ടൊക്കെ പറയുന്നത്. നിലപാട് മാറുന്നുണ്ട്. അപ്പം നിലപാട് മാറാതെ സർക്കാർ മുന്നോട്ട് പോകും. സാധനത്തിനൊക്കെ വില കൂടിയില്ലേ? പഞ്ചസാര 42 ഇപ്പൊ 72ആയി. ജീവിക്കാൻ വളരെ പ്രയാസം തന്നെയാണ്. ഈ മന്ത്രി വന്നാലെങ്കിൽ നമ്മുടെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് വിചാരിച്ചിരുന്നു. തുടങ്ങിയതല്ലേ ഉള്ളൂ. നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം കിട്ടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാന്ന് വെച്ചു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഓപ്പറേഷൻ തൂഫാൻ, അതൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നി. നമ്മൾ പലരും പോയി അപ്രോച്ച് ചെയ്യാൻ മടിച്ചിരുന്ന ഒരു CM ആയിരുന്നു 10 വർഷം, കുറേ പേർക്കെങ്കിലും. പക്ഷേ ഇപ്പം എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ ഒരു പേടിയില്ല. അതായത് പുള്ളിയെടുത്ത് ഓപ്പണായിട്ട് എല്ലാവർക്കും പോയി സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പുള്ളി കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ പൂക്കി CM എന്ന് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു. അല്ല, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. പെൻഷന് ബാങ്കിൽ ആക്കാൻ പോവുക, സാധാരണക്കാരൻ്റെ വീട്ടിലെത്തുന്ന ഒരു സാധനം അതിന് മാറ്റം വരാൻ പോകും. റോഡിൻ്റെ കാര്യം പറയും വേണ്ടത് അങ്ങനെ മുന്നിൽ തന്നെ കുഴി ഞങ്ങൾ അടയ്ക്കല. പ്രവർത്തനം അങ്ങനെ ഒരു വിഷൻ ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കയറി വരും, സമയം കൊടുക്കണം. പോസിറ്റീവായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. വിലക്കയറ്റം തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പൂക്കിയാണ്. പുള്ളി ഭയങ്കര വൈബായിട്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരെ പറ്റിയാണ് ഇങ്ങനെ അതിനോട് ചേർന്നിട്ടാണ് പുള്ളി സംസാരിക്കണമെന്ന് പറയണത്. പിണറായി ഭരിക്കുമ്പോൾ എല്ലാവർക്കും കിറ്റുണ്ട്. മത്സ്യത്തൊഴിലാളി ഇപ്പോഴും ആശങ്കയിലാണ്. 3 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ തന്നെ പോരായ്മകളുണ്ട്. മുഖ്യമന്ത്രിന്റെ പ്രകടനം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ജില്ലയിൽ മാത്രമായിട്ട് ഇതാകില്ല. തിരുവനന്തപുരം മാത്രമല്ലേ അയാൾ ഇതാക്കുന്നുള്ളൂ. നമ്മളോ ഈ UDFിനോട് അനുകൂലമുള്ള ആൾ തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ പോക്കിനനുസരിച്ച് ജനങ്ങളുടേതായി ഇത്ര പെട്ടെന്ന് ഈ സാധനത്തിന് വിലകയറ്റും മാറ്റങ്ങളും അത് വരുന്നെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചു. സർക്കാരിനിപ്പോൾ കുറച്ചും പാടെ കഴിഞ്ഞാൽ നന്നാവുന്നുള്ള പ്രതീക്ഷകൾ നമ്മളിരിക്കുകയാണ്. 100 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയുണ്ട് ദിവസങ്ങൾ. നല്ലത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.